പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സമരത്തിൽ കേരളത്തിൽ ഒരു വനിത ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ശ്രീമതി വിദ്യാ ബാലകൃഷ്ണനാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആശീർവാദത്തോടുകൂടി CPM-ൻ്റെ മുതിർന്ന നേതാവായ AK ബാലൻ നടത്തുന്ന പരാമർശം, മന്ത്രി സജി ചെറിയാൻ നടത്തുന്ന പരാമർശം, അതോടൊപ്പം തന്നെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം കേരളത്തിന് ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കുകയാണെന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുണ്ട്, ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ പോലും കേരളത്തിൻ്റെ മതേതരത്വ നിലപാടിൽ വെള്ളം ചേർക്കാൻ കോൺഗ്രസ് തയ്യാറല്ല, മതേതരത്വത്തിനെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ കൃത്യമായ പ്രതിരോധമുണ്ടാകുന്നു. അന്ന് ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സമരത്തിനടക്കം നേതൃത്വം നൽകിയ കോൺഗ്രസ് തങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ തങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല, കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടാണ്. ആ പ്രഖ്യാപിത നിലപാട് കോൺഗ്രസ് ഉയർത്തി കാണിക്കുമ്പോൾ മറുഭാഗത്ത് CPM 4 വോട്ടിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുമ്പോൾ ഇത്തരം സമരങ്ങളെല്ലാം പങ്കെടുത്തൊരു വ്യക്തി എന്ന രൂപത്തിൽ CPM-ൻ്റെ ഇപ്പോഴത്തെ ആ ലൈനിനെ കേരളത്തിലെ ജനങ്ങൾ തള്ളിപ്പറയില്ലേ? ഉറപ്പായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മതേതര മുഖമാണ്, രാജ്യത്തിന് തന്നെ മാതൃകയാവാവുന്ന രീതിയിൽ എന്നും നിലപാടുകൾ കേരളം എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവുണ്ടാകുന്ന സമയത്ത് കേരളത്തിലോട്ട് ആ രീതിയിലേക്ക് ഒരു കാലത്തും ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ തയ്യാറായിട്ടില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലിറ്ററസിയുടെ റേറ്റിലുണ്ടായ വർധനവ്, അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആളുകൾ അവരുടെ പൊതുജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അവരുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്, ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിലെ ജനസമൂഹം ഒരിക്കലും ഒരു ജാതിക്കും മതത്തിനും അടിമപ്പെട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതി ഇവിടെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എടുത്തു പരിശോധിച്ച കേരളത്തിന്റെ ചരിത്രത്തില് CPM ആണ് എന്നും വർഗീയമായിട്ട് ഇതുപോലുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടി ഒരു കാലഘട്ടത്തിലും ഈ ഒരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ആണെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 1000 തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ തോറ്റേങ്ങാം, പക്ഷെ ഒരു കാരണവശാലും RSS-ഉമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു നിലപാട് രാജ്യത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന്. അതേ രീതിയിലുള്ള സിസ്റ്റം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തും ഒരു തെരഞ്ഞെടുപ്പ് പരാജയമല്ല, രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലെ ജനങ്ങളെ വിഭജിക്കുന്ന ഒരു നിലപാടിനോട്, ഒരു സോഷ്യൽ സെക്യൂരിറ്റി അതിനെ ബാധിക്കുന്ന ഒരു വിഷയത്തോട് കോൺഗ്രസ് ഒരു കാരണവശാലും സന്ധി ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു കാലത്തും അങ്ങനെ നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ പറയുന്ന എന്താണ് വിജയവർഗീയും അതുപോലെ തന്നെ സ്വാതി പ്രാച്ചിയുടെയും ഒക്കെ അതേ രീതിയിലേക്കാണ് കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സജി ചെറിയാന്റെ ഒന്നും ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഇത് ആദ്യമായിട്ടല്ല നമ്മൾ പൊതുസമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വന്നത് ഭരണഘടന തൊട്ടിട്ടാണെങ്കിൽ ആ ഭരണഘടനയെ പൊതു സമക്ഷത്തിൽ തള്ളിക്കറഞ്ഞ വ്യക്തിയാണ് സജി ചെറിയാൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ രീതിയിൽ തന്നെ രാജ്യത്തിന്റെ നട്ടെല്ലാണ് ഭരണഘടന. ആ ഭരണഘടന ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു വശത്ത് പോരാട്ടമായി നടക്കുന്നു. കേരളത്തിലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അവിടെ ഒരു ഭാഗമായി നിൽക്കുന്ന CPM ആ ഭരണഘടനയെ തള്ളി പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വർഗീയപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകൾ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, കോഴിക്കോട് ജില്ലയില് അഴിയൂർ പഞ്ചായത്തിലോ മറ്റോ ആണ് CPM-ന്റെ കാൻഡിഡേറ്റ് ഉണ്ട്, SDPI കാൻഡിഡേറ്റ് ഉണ്ട്, കോൺഗ്രസ് കാൻഡിഡേറ്റ് ഉണ്ട്. SDPI കാൻഡിഡേറ്റ് ആ വാർഡിൽ ജയിച്ചു വരികയും അവിടെ CPM-ന്റെ വോട്ട് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് 7 വോട്ടാണ്. അപ്പൊ ആ CPM-ന്റെ വോട്ട് കൊണ്ടാണ് SDPIയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വരുന്ന സമയത്ത് എവിടെയാണ് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ പൊതുനയം അല്ലെങ്കിൽ മതേതര ആശയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വളരെ കൃത്യമാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ SDPIക്ക് വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന പൊതു ഇലക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന അസംബ്ലി ഇലക്ഷനിൽ ഇതുപോലുള്ള വർഗീയ സംഘടനകളെ കൂടെ നിർത്തി അതിന്റെ ആ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വോട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് CPM-ന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു, KK ശൈലജയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് CPM. അതായത് ഔദ്യോഗികമായി പറഞ്ഞതല്ല. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ വിഷയങ്ങളിലെ പ്രതികരണവുമായി ശൈലജ ടീച്ചർ രംഗത്ത് വരികയാണ്. നേരത്തെ KR ഗൗരവമ്മയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടോ അധികാരം കിട്ടിയപ്പോൾ അവരെ മാറ്റി അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതെ നായനാരെ മുഖ്യമന്ത്രിയാക്കിയ ചരിത്രം CPM-ഉണ്ട്. സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി അവരെ മുഖ്യമന്ത്രിയാക്കാത്ത ചരിത്രമുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ VS-നെ മുൻനിർത്തി മത്സരിപ്പിച്ചു പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയ ചരിത്രമുണ്ട്. ഏതെങ്കിലും തരത്തിൽ എന്ത് വില കൊടുത്തും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ ശൈലജ ടീച്ചറെ മുൻനിർത്തി കേരളത്തിലെ സ്ത്രീകളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാമെന്നാണ് CPM-ന്റെ ഒരു ചിന്ത. ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിച്ചപ്പോൾ പുറത്തിറങ്ങിയ കാഫർ സ്ക്രീൻഷോട്ടെല്ലാം കേരളം കണ്ടതാണ്.
ശൈല ടീച്ചറിലൂടെ രക്ഷപ്പെടാൻ കഴിയുമോ CPM യഥാർത്ഥത്തിൽ? ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ എന്നുള്ളതല്ല, CPM ആരെ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട്, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് ആയിരുന്നു ശൈലജ ടീച്ചർ. അവിടെ 7 നിയോജക മണ്ഡലം, വടകര പാർലമെന്റിൽ വരുന്ന 7 നിയോജക മണ്ഡലത്തിലും ഷാഫി ലീഡ് ചെയ്ത സാഹചര്യം ഉണ്ടായത്. ശൈലജ ടീച്ചർക്ക് എവിടെ ലീഡ് ചെയ്യാൻ പറ്റിയത്? അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ശൈലജ ടീച്ചർ എന്നല്ല, ഏതൊരു വ്യക്തി ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നിട്ടും കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഭരണത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടും അനുഭവിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയൊരു മഹാമാരിയിലേക്ക് കേരളത്തെ തള്ളിവിടാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇടതുപക്ഷം പിണറായി കണക്ക് കൂട്ടുന്ന 3ാം ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ വരാൻ പോകുന്നില്ല. കോവിഡ് കാലത്ത് കിറ്റ് നൽകിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യാപകമായ PR വർക്ക് നടന്നിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ന്യൂജൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും PR വർക്ക് നടത്തുന്നുണ്ട്. അതിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നുണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM ഒരു നിർദ്ദേശം നൽകി. പാർട്ടി നേതാക്കന്മാർ വീടുകൾ കയറി ഇറങ്ങി എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തുകൊണ്ട് നിങ്ങൾ CPM വോട്ട് ചെയ്യുന്നില്ല എന്ന് പഠിക്കണം. അതിന്റെ ഭാഗമായി പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഒരു വീട്ടിൽ പോകുന്നു. അവിടുത്തെ അടുക്കളയിൽ പോയി അദ്ദേഹം പാത്രം കഴുകുന്ന ഒരു ദൃശ്യം പുറത്തു വന്നു. സോ ഇത് ഒരു ആള് ഉപയോഗിച്ച് ചിത്രീകരിച്ച് പുറത്തുവിട്ടതാണെന്ന് ആ ദൃശ്യം കണ്ട ആർക്കും അറിയാം. ഇത്തരത്തിലൊരു PR വർക്കിലൂടെ CPM നടത്തുമ്പോൾ അത് കൂടുതൽ ജനങ്ങൾക്കിടയിൽ അപഹാസ്യരാകുകയല്ലേ ചെയ്യുന്നത്? എന്താ സംശയം? കേരളത്തിലെ CPM ഓരോ ദിവസവും അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അവസാനത്തെ ഇരയായിട്ട് പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറിയെ തന്നെ അവരെ മാറ്റി എന്ന് പറയുമ്പോൾ ഇത് അദ്ദേഹത്തിന് തന്നെ കരിവാരി തേക്കുന്നതിന്റെ ഒരു ശ്രമമാണ് CPMന്റെ ഭാഗത്തുണ്ടായത്. PR വർക്ക് കൊണ്ടൊന്നും CPM ഇത്തവണ കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷം അത്രയ്ക്ക് ദുരിതമാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഏത് മേഖലയാണ് ഇപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം, നമുക്കൊരു പ്രധാനപ്പെട്ട ഒത്തിരി സംഭാവനകൾ കേരളത്തിൽ കൊടുക്കാൻ പറ്റി. അപ്പൊ അതുപോലെ എന്തെങ്കിലും 10 വർഷമായി, 1 or 2 അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ ഗവൺമെന്റ് തുടർച്ചയായി 2 തവണ അധികാരത്തിൽ വന്ന് 10 വർഷം ഭരിച്ചിട്ട് ഒരു മൈൽ സ്റ്റോൺ ഞങ്ങളുടെ ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇപ്പൊ കണ്ണൂർ എയർപോർട്ട് എന്ത് തന്നെയാണ് ഇവർ ഉദ്ഘാടനം ചെയ്തതല്ലാതെ അതിന്റെ ഒരു 90% വർക്ക് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ്. കൊച്ചി മെട്രോ ഇപ്പം വിഴിഞ്ഞം വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവിനെ പോലും വേദിയിൽ ഇരുത്താതെ ഇവര് നടത്തിയ ഉദ്ഘാടന മാമാങ്കം. പക്ഷെ അവിടെയൊക്കെ വേറൊരു രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊച്ചിൻ മെട്രോ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെ മമതാ ബാനർജി ആണെങ്കിൽ അവര് CM ഉദ്ഘാടനം ചെയ്യും, അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രധാനമന്ത്രി വന്നോട്ടെ. പക്ഷെ ആ വേദിയില് പ്രധാനമന്ത്രിക്ക് ഒപ്പം ഇരിക്കുന്നത് അന്നുണ്ടായിരുന്നത് കുമ്മനം രാജശേഖരൻ. അന്ന് അവര് ഗവർണർ അല്ല, പാർട്ടിയുടെ പ്രസിഡന്റ് ആണ്, BJP പ്രസിഡന്റ്. ഇപ്പം വിഴിഞ്ഞത്ത് ഉദ്ഘാടനം നടക്കുമ്പോൾ വേദിയിലേക്ക് വരുന്നത് മിനിസ്റ്റേഴ്സ് അല്ല, വരുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പൊ അങ്ങനെ കേരളത്തിലെ ഒരു BJP CPM അലയൻസ് ഇവർ പല രീതിയിൽ മോഡിയും പിണറായിയും തമ്മിലുള്ള ഒരു സെറ്റിൽമെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ 40 തവണയോ മറ്റായി ലാവ്ലിൻ കേസ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. 44 അല്ലേ? അപ്പൊ 44 എന്നൊക്കെ പറയുന്നത് ഇവരെന്തിനാ ഈ അന്വേഷണം നടത്തുന്ന 44 തവണ ഒരു കേസ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ ഒരു സ്ഥലത്തില് വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു, മറുവശത്തെ BJP ആയിട്ട് സന്ധി ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ തവണത്തെ അസംബ്ലി ഇലക്ഷന് നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും BJPയുടെ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഈ ഒരു ഇലക്ഷനും അതിനുള്ള ഒരു പ്രതീക്ഷ, അതിനുവേണ്ട സാഹചര്യം പർപ്പസ്ഫുള്ളി ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാരണം വെച്ചാൽ ഇതൊക്കെ ജനം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോവിഡ് ആയതുകൊണ്ടും നമുക്കറിയാം 80 വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ വോട്ട് വീടുകളിൽ വന്നിട്ട് CPM അവരുടെ NGO യൂണിയന്റെ ആളുകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു പരാജയം UDFന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇത്തവണ അതല്ല, എല്ലാവരും വോട്ട് ചെയ്യാനും തയ്യാറാണ്. ഈ ഭരണത്തെ കേരളത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ ജനത ഇന്ന് ഇരിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി, അരമണിക്കൂറിലധികം സമയം ഞങ്ങളുമായി പങ്കുവച്ചത്. താങ്ക് യു.